ഹായ് ഹലോ ഇറ്റ്സ് ഐബടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് നാളായിട്ട് ഒരുപാട് വണ്ടികളിൽ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്വന്തം വണ്ടിയിൽ ഒരു വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇതാണ് എൻ്റെ വണ്ടി. അശോക് ലൈലാൻഡ് 4225 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 32 അടി നീളമാണ്. 8+C റിവേഴ്സ് അങ്ങനെ മൊത്തം 10 ഗിയർ അടങ്ങുന്ന ഒരു ഗിയർ ബോക്സാണ് വരുന്നത്. സെക്ഷൻ ഗിയറാണ് വരുന്നത്. 6 സിലിണ്ടറാണ്. 6 സിലിണ്ടർ എന്ന് എടുത്ത് പറയാനായിട്ട് കാരണം എല്ലാ വണ്ടിയും മിക്കതും 6 സിലിണ്ടറാണ് എടുക്കുന്നത്. ഈ ഒരു നമ്പറിൽ, അതായത് 4225 എന്ന് പറയുന്ന അശോക് ലൈലാൻഡിൻ്റെ ഈ ഒരു മോഡലിൽ തന്നെ 6 സിലിണ്ടറും 4 സിലിണ്ടറും വരുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ 28 അടി, 30 അടി, 32 അടി അങ്ങനെ 3 മോഡലാണുള്ളത്. അത് 28 അടി, 32 അടി മാത്രമേ 6 സിലിണ്ടറുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 30 അടി 4 സിലിണ്ടറാണ്. ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം. 40 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ആഡ്ബിൾ ടാങ്കാണ് ഈ വണ്ടിയിലുള്ളത്. അതണക്കിന് ഡീസൽ ടാങ്ക് വന്നിട്ട് 375 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡീസൽ ടാങ്കാണുള്ളത്. 14 വീലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്തുള്ള അശോക് ലൈലാൻഡിൻ്റെ ഷോറൂമിൽ നിന്ന് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് നേരെ തമിഴ്നാട്ടിലുള്ള ബോഡി വർക്ക്ഷോപ്പിലോട്ട് ബോഡി കെട്ടാനായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ആൾറെഡി ചെയ്സ് അത്രയും നല്ല അഴുക്കായിട്ട് കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഓടി വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ബോഡി കെട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിപ്പോൾ സർവീസ് സ്റ്റേഷനിലോട്ട് ഈ വണ്ടി കൊണ്ടുപോകും. എൻ്റെ വണ്ടിയുടെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ മാരാൻ്റെ വണ്ടി കിടപ്പുണ്ട്. അവരുടെ ബോഡി കെട്ടി ഏകദേശം തീർന്നു. കഴിഞ്ഞ മാസമാണ് നമ്മളിത് ചെയ്സ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മാരാർ ബോഡി കെട്ടുന്ന അതേ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഞാനും ബോഡി കെട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. മാരാൻ്റെ വണ്ടി എങ്ങനെയാണോ ബോഡി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സെയിം, രണ്ടും ഇരട്ടകളെ കണക്കിരിക്കണം. അതേ കണക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മാരാൻ്റെ വണ്ടി ഒന്ന് പരിചയപ്പെടാൻ എന്തൊക്കെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മാരാൻ്റെ വണ്ടിയിൽ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ബോഡി കെട്ടി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഒരു ചെറിയൊരു കോട്ടിങ്ങൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിനിഷിംഗ് കോട്ടിംഗ് അല്ല, പ്രൈമർ കോട്ടിങ് അങ്ങനെ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് നമ്മുടെ കേരിയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വണ്ടികളിൽ നിന്നാട്ടി കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലിലാണ് ചെയ്യുന്നത്. നമ്മുടെ മാരാൻ്റെ തന്നെ ഐഡിയയിലുള്ള രീതിക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ 12 വീലാണ് ഈ നിൽക്കുന്നത്. നാളെ ബോഡി കെട്ടി പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോകാനായിട്ടുള്ള വണ്ടിയാണിത്. ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയായിട്ട് വെക്കുമെന്നാണ് പറയുന്നത്. പെയിൻറ്റിങ് എല്ലാം ഫിനിഷിംഗ് ടച്ചിലാണ് നിൽക്കുന്നത്. ഫുള്ള് റെഡ് കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. AC ക്യാബിനാണ്, കെട്ട് ക്യാബിനാണ്. അതണക്കിന് ഹൈടെക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് 12 വീലാണ്. നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മാരാൻ്റെ കാര്യം പറഞ്ഞു വന്നു. അവിടെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആ സൈഡിലോട്ട് പോയിട്ട് ബാക്കി അവിടെ നിന്ന് പറഞ്ഞു വരാം. അപ്പോൾ നമ്മുടെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ക്യാബിൻ വിടാം. ക്യാബിൽ ആൾറെഡി നമുക്ക് കാരിയർ മാത്രമേ വരുന്നുള്ളൂ. ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ബോഡി കെട്ടി പൊക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു 3 വേലിയിലുള്ള ഒരു ഹൈടെക് വെച്ചിട്ടുണ്ട്. വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതണക്കിന് ഹൈടെക്കിൻ്റെ ഈ ഒരു ആംഗ്ലെയർ കുറച്ച് ബെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ എൻ്റെ വണ്ടിയിലോട്ട് വരുമ്പോഴത്തേക്കും അവർ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോഴത്തേക്കും വെൽഡ് ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ചെയ്യാൻ നിന്നില്ല. നമ്മളതിൽ നെട്ടും ബോൾട്ടും ഇട്ട് ഹൈടെക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഇവിടെ ലാഡർ വരുന്നുണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബോഡി ചെയ്തിട്ടുള്ളത്. ഇവിടെ വരികയാണെങ്കിൽ ബാറ്ററിക്ക് ഒരു കവർ ചെയ്തിട്ടുണ്ട്. കണക്കിന് എയർ പൈപ്പിൻ്റെ ഒരു ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഡീസൽ ടാങ്കിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി പെയിൻറ്റിങ്ങിൻ്റെ ഒരു ടച്ചിങ് മാത്രമേ ബാക്കിയുള്ളൂ. ഡീസൽ ടാങ്ക് നല്ല രീതിക്ക് കവർ ചെയ്ത് നല്ലൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള ഗാർഡ് വെച്ചിട്ടുണ്ട്. തട്ടയും മുട്ടയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെയ്താലും അത് അകത്തോട്ട് എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ ലോക്കാണ് ഇതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ട്രിപ്പ് എടുത്ത് ഏത് ഭാഗത്തോട്ടാണ് എങ്ങോട്ടാണ് പോകണതെന്നൊന്നും നമുക്കറിയത്തില്ല. ലോഡ് കിട്ടുന്ന ഭാഗത്തൊക്കെ നമുക്ക് പോയേ പറ്റൂ. അപ്പോൾ പലയിടത്തും പല മോശ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എനിക്കും അതിനൊക്കെ അനുഭവങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾക്ക്, ഡ്രൈവർ സുഹൃത്തുക്കൾക്കും ഈ വണ്ടി മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഈ ഡീസൽ ടാങ്കിൽ നിന്നും ഡീസൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം പരിധിയിൽ രക്ഷപ്പെടാനായിട്ടുള്ള ചെറിയൊരു മോഡലാണ് നമ്മൾ ഡീസൽ ടാങ്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിൻ്റെ ക്യാപ്പ് വരുന്ന സ്ഥലത്ത് നല്ല രീതിക്ക് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഷീറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട് ടാങ്കിൻ്റെ ക്യാപ്പും. അതണക്കിന് ബാക്കിൽ സെൻസറിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ ക്യാപ്പ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതണക്കിന് സാധാരണ പണ്ടുള്ള എല്ലാവരും 2 പട്ട ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളി വെച്ചിട്ട് കൊളുത്ത് കണക്കത്തെ ലോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് വ്യത്യസ്തമായിട്ട് മാറ്റി നമ്മൾ നമ്മുടെ വീടിൻ്റെയൊക്കെ ചാവി ഇട്ട് പൂട്ടിയെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള ലോക്ക് അകത്ത് വെച്ചിട്ട് നമുക്കൊരു നീളനായിട്ടുള്ള ചാവി ലോക്ക് ചെയ്യുന്ന രീതിയിലാണ്, ഓപ്പൺ ചെയ്യുന്ന രീതിയിലുമാണ് ഈ ഒരു ടാങ്ക് നിലവിൽ ചെയ്തെടുത്തിട്ടുള്ളത്.
പാകട്ടായിട്ടുള്ള ഓരോ ഹുക്കുകളും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇന്നൊക്കെ വെൽഡ് ചെയ്തതാണ് കേട്ടോ. ഇതാണെങ്കിൽ ആ സൈഡിലും ചെയ്ത് തീർക്കാറുണ്ട് ഇനി കുറച്ച് സ്ഥലത്തൊക്കെ. പിന്നെ ആ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കിലൊരു കിച്ചൺ ബോക്സ് വരുന്നുണ്ട്. കിച്ചൺ ബോക്സ് എന്ന് പറയുന്നത് 4x2 ആണ്. 4x2 നീളത്തിലും വീതിയിലും ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ബോക്സാണ് ഇത്. അപ്പോൾ പിന്നെ ഈ സൈഡിൽ നല്ല ഗാർഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി പെയിൻറ്റിങ് ചെയ്യാനായിട്ടുണ്ട്. പെയിൻറ്റിങ് പണി ഇന്ന് വൈകിട്ട് തുടങ്ങത്തേ ഉള്ളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മുടെ കിച്ചൺ ബോക്സ് വരുന്നത് മാരാൻ്റെ വണ്ടിയിൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കിച്ചൺ ബോക്സ് തന്നെയാണ്. പിന്നെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്ലാപ്പ് വരുന്നുണ്ട്. അത് നമ്മൾ ചെയിനിട്ടാണ് ലോക്ക് ചെയ്യാൻ പോണത്. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും 3x2 കിച്ചൺ ബോക്സ് അടിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി 4x2 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാനായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. പലരും പല രീതിയിൽ ചെയ്യും. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരും. ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ. ഇത് ആൾറെഡി നമ്മുടെ ചേസിൽ ഉണ്ടായിരുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്യാമറ ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആംഗിളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ക്യാമറ ഒന്ന് റെഡിയാക്കാനുണ്ട്. നമ്മൾ ഡോറിൽ ആൾറെഡി എല്ലാ പണിയും കഴിഞ്ഞു. ഡോറിൻ്റെതും അതണക്കിനകത്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്കിനി വല സൈഡ് നോക്കാം. അവിടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഈ സൈഡ് വരികയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റെപ്പിന് വരും. അതണക്കിന് ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ചെറിയൊരു ഗാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. പാർക്ക് ലൈറ്റിൻ്റെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു തകിട് വരുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടൂൾ ബോക്സ് വരുന്നത്. 2x2 സൈസിലാണ് ടൂൾ ബോക്സ് വരുന്നത്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഏകദേശം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 വണ്ടി ഓക്കെ, ഇത് സർവീസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഓക്കെ 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 അപ്പം നമ്മുടെ മാരാൻ്റെ വണ്ടി എൻ്റെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇത് സർവീസ് ചെയ്യുന്നത് ലാസ്റ്റ് ഫൈനൽ കോട്ടിങ് എന്നാ ഇന്നാൾ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞു. സുഹൃത്ത് ഇതുവഴി പാസ്സായപ്പോൾ പുള്ളിക്കാരൻ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞു. അതാണ്. എന്തായാലും പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കേരിയർ ഈ വശത്ത് പണി കിടക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ണാ കേരിയർ പണി കംപ്ലീറ്റ് ആയിടിച്ചാ കുറച്ച് ബാക്കി ഉണ്ടല്ലേ? എന്നിട്ട് വാഷ് പണ കൊണ്ടുപോകണം അല്ലേ? സർവീസ് പണ്ടതൊക്കെ ഓക്കെ ഓക്കെ 1 hour ഓക്കെ. അപ്പോൾ നമ്മുടെ കേരിയറിൻ്റെ പണി ഏകദേശം 1 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്കും അതിൻ്റെ പണിയും കഴിയും, എല്ലാ പണിയും കഴിയും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സർവീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. പെയിൻറ്റ് അടിക്കണം. പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് മൊത്തത്തിൽ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം മാത്രമേ പെയിൻറ്റിങ് തുടങ്ങത്തുള്ളൂ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മുടെ വണ്ടി ഇറങ്ങുകയാണ്. മാരാൻ്റെ പുതിയ വണ്ടി റോട്ടിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകണം. ഓക്കെ, എൻ്റെ വണ്ടി വാഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 2 വണ്ടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. നമ്മുടെ സുഹൃത്തും കൂടെ ഒരാൾ വരാനുണ്ട്. വന്ന ശേഷം നമ്മൾ ഒരുമിച്ച് സർവീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും. ഭക്ഷണം കഴിച്ചിട്ടാവാൻ ഇനി ബാക്കിയ സമയം 2 മണിയായി. ഇതുമായിട്ട് ഒന്നും കഴിച്ചില്ല. നമ്മൾ ഈ പരിപാടിയിലൊക്കെ ഇറങ്ങിക്കണ്ടല്ലോ. പിന്നെ ഭക്ഷണം വിശപ്പും ഒക്കെ മറന്നു. അപ്പോൾ ഈ കട നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ വേറൊരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ അതിലാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ ചോറ്, നമ്മുടെ കുത്തരി ചോറ്, ചമ്മന്തി, മോര്, രസം, അച്ചാറ് എല്ലാം ഇവിടെ അമ്മ എല്ലാം റെഡിയാക്കി തരും. അമ്മയുണ്ട്, പാപ്പ ഉണ്ട്, എല്ലാവരും റെഡി. നമ്മുടെ ലൊക്കേഷൻ അതുകൂടെ പറയണ്ടേ? നാമക്കല്ല് തങ്കാനഗർ, കൊസമ്പട്ടി തങ്കാനഗർ. അതായത് നമ്മളെ മുത്തോണ്ണന്റെ വർക്ക്ഷോപ്പിന്റെ, അതായത് നമ്മൾ നാമക്കല്ലിൽ നിന്ന് വരുമ്പോൾ മുത്തോണ്ണന്റെ വർക്ക്ഷോപ്പ് എത്തുന്നതിന് മുമ്പേ ആയിട്ട് 50 മീറ്ററിന്റെ പുറകിലായിട്ടാണ് ഇത്. ആ ഒരു കോയിലിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം, ഫുഡ് നോക്കാം. നമ്മുടെ ഫുഡ് നമ്മൾ കഴിച്ചു നോക്കും. നിങ്ങളൊന്ന് ഫേമസ് ആക്കും നമ്മൾ. ഇതാണ് ഫുഡ്. നമുക്ക് അവര് നോർമൽ തോരനാ. ഇത് എല്ലാ ദിവസവും പല പല വെറൈറ്റിയാണ്. ഇന്ന് ഇതാണ് ചമ്മന്തി. എടുത്തോട്ടാ. സൂപ്പർ അല്ലേ? നമ്മളെ കേരളത്തില് അതേ. അപ്പൊ ചോറുണ്ട്, അവിയലുണ്ട്, അച്ചാറ്, ചമ്മന്തി. ഇതാണ് പാപ്പ. ഇത് നമ്മളിവിടുത്തെ പ്രതിഭ പാപ്പ. ഓക്കെ, നല്ല റൈസാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. തൈര് കൊണ്ടുവന്ന തൈര്
തൈര് കുറഞ്ഞിട്ടുണ്ട്. തൈര് കൂടെ എടുത്തുകൊണ്ട് വന്ന് രസവും തൈരും അല്ലേ, നല്ല ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫീൽ കിട്ടുമല്ലേ? പിന്നെ ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല അല്ലേ? നമ്മള് കടയിൽ ഇരുന്ന് സൈഡിൽ ഇരുന്ന് കഴിക്കണം. അതെ. അത് നമ്മളിവിടെ വരുമ്പോഴൊക്കെ വന്ന് ചായ, നല്ല അടിപൊളി ചായ തരും. കരിമ്പ് ജ്യൂസ് ഉണ്ട്, കരിമ്പ് ജ്യൂസ് തരും. നല്ല അടിപൊളി നാടൻ ഫുഡ് തരും. അണ്ണന്റെ പേര്? ഗിരീഷ്. 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 ഓക്കെ. നമ്മള് ഞാൻ തലശ്ശേരിയിൽ. തലശ്ശേരിയിലാണ്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ടൊരു 7-8 കൊല്ലത്തെ ജാസ്തിയായി. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞാനിവിടെ ഇപ്പോൾ 12 വണ്ടി ഇവിടുന്ന് ബോഡി കിട്ടി. ഇപ്പൊ നമ്മള് 6 വീലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ. 2 6 വീലാണ് ഇപ്പൊ 2 6 വീല്. ഇതിന് മുമ്പിൽ ഒരു 12 വീല് ചെയ്ത്, പിന്നെ ഒരു 6 വീല് ചെയ്ത്. നമ്മൾ 6 വീലിന്റെ പണി കഴിഞ്ഞു. പിന്നെ അത് വിദേശാട്ടെ 12 വീലുണ്ട്, 10 വീലുണ്ട്, എസ് വണ്ടി വരെ ഉണ്ട്. ഓക്കെ. അപ്പൊ സദ്യയായി അല്ലേ? സദ്യയാണ്. ഇനി രസമുണ്ട്, തൈരുണ്ട്. ഒരുപാട് സന്തോഷമായില്ലേ നമുക്ക്? നല്ലൊരു ഫുഡ് കിട്ടുമ്പോഴത്തേക്ക് അത്ര സന്തോഷമല്ലേ? പിന്നെ ഇതിന്റെ പുറമെ ഒരു ഓംലെറ്റ് കൂടെ വരും. അപ്പൊ അതും നമുക്കൊന്ന് എടുക്കാം. ഇതിന്റെ ഓംലെറ്റ്, ഇവിടുത്തെ ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഓംലെറ്റ് ആണ്. നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്ക് സവാള കുറച്ച് ഓംലെറ്റ് ഇഷ്ടപ്പെടും. അതുമാതിരി അമ്മ ചെയ്തു. നമ്മൾ ഈ നാട്ടുകാരായില്ലേ, നിങ്ങളെല്ലാരും പരിചയക്കാരായി. പ്രദീപ് അല്ല സിദ്ദിഖ്. നിങ്ങളുടെ പറഞ്ഞാണ് എന്റെ പേര് പ്രദീപ് അല്ല സിദ്ദിഖ്. അല്ല, സംഭവം പുള്ളിക്കാരെ അങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ആൾറെഡി നിങ്ങളുടെ അതേ കണക്കുള്ള സംസാരവും അതേ കണക്കുള്ള രീതിയിലും ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെ പെട്ടെന്ന് ഓർമ്മ വന്ന് നിങ്ങളെ വിളിക്കുന്ന, ആ സുഹൃത്തായിട്ട് നിങ്ങളെ വിളിക്കുന്നതാ. അന്ന് കുഴപ്പമില്ല, അങ്ങനെ വിളിച്ചോ. കഴിച്ചില്ലേ? നമ്മള് കേരള അസോസിയേഷൻ ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ചോറ് കഴിച്ചു തുടങ്ങാം. നല്ല കുത്തരി ചോറും സാമ്പാറും ചമ്മന്തിയും. അണ്ണാ ഇത് തോരന അവിയലാണ്, കൂട്ടുകറി അല്ലേ? അത് മതി. ഹായ്, നിങ്ങളെവിടെ നിന്നാ? തലശ്ശേരി. എവിടെ ബോഡി കിട്ടുന്ന? വിദേശ. ഏത് വണ്ടി? മുത്തുന്റെ മോന്റെ വർഷാപ്പില്. ഓക്കെ. 6 വീല് കഴിഞ്ഞോ? പണി കഴിഞ്ഞോ? ഇവിടെ കൂടുതൽ നമ്മൾ ഇവിടെ ബോഡി ഇട്ട വരുന്ന മലയാളികളാണ് കൂടുതൽ ഇവിടെ ഫുഡ് കഴിക്കുന്നത്. നല്ല വിശപ്പ്. ഇപ്പം നല്ല ഇഷ്ടം പോലെ തരും. എത്ര വേണോ നിങ്ങൾക്ക് ചോറ്? കേരള ചോറ് വേണോ, തമിഴ്നാട് ചോറ് വേണോ? എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ തന്നെ ഓംലെറ്റ് എല്ലാം അടിച്ചേ. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഏറ്റവും അവസാനത്തെ പരിപാടിയാണ് ഈ കേരിയർ വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് നേരെ മുകളിൽ ആദ്യം കൊണ്ട് വെച്ചിട്ട് അളവെടുത്ത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് പട്ട വെക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവെടുത്ത് തിരിച്ച് വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മുടെ കേരിയർ. നമ്മളെ ഈ സുഹൃത്തിൻ്റെ വാഹനമാണ് കേട്ടോ ഇത്. ഗിജീഷാണ്. അതാണെങ്കിൽ ഗിജീഷായിട്ട് രണ്ടുപേരും ഉണ്ട്. നമ്മളെ സഹായിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ബോഡി വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് നേരെ വാട്ടർ സർവീസിനോട്ട് കൊണ്ടുപോവുകയാണ്. വാട്ടർ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ബോഡി പണി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഫുള്ള് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഇതിൻ്റെ പണി തുടങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയോടൊപ്പം തന്നെ മാരാൻ്റെ വണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ്. നമ്മുടെ വണ്ടി ബോഡി കെട്ടാനായിട്ട് വാഷ് ചെയ്യാൻ പോകണമെങ്കിൽ മാരാർ ബോഡി പണിയെല്ലാം കഴിഞ്ഞ് പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാളത്തെ ദിവസം കൊണ്ട് മൊത്തം പണി തീർത്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഗിരീഷേട്ടനുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വരുന്നു. നമ്മൾ പെയിൻറ്റ് ചെയ്യട്ടെ. അണ്ണൻ്റെ പേരെന്താ? നിങ്ങളുടെ പേര്? തിലകർ. ഓക്കെ. നാമക്കൽ തിലകർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ മൊത്തം ബോഡി വർക്ക്ഷോപ്പുകളാണ് ഈ ഒരു റോഡ്. പട്ടണമേട് പേര് തന്നെ. എല്ലാം ബോഡി വർക്ക്ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ബോഡി വർക്ക്ഷോപ്പ് ഉണ്ട്, ഒന്നല്ല ഒരുപാട്. ഇവിടെയാണ് നമ്മളെ വണ്ടി കിടക്കുന്നത്. വളരെ അടുത്ത് തന്നെ കേട്ടോ. 2 വണ്ടി ഒരുമിച്ചിട്ട് വാഷ് ചെയ്യാം. സെറ്റ്. ഇവിടെ ഒരു ബോഡി പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത് ബോഡി കെട്ടാനൊക്കെ ഇവിടെ വരുമല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ 2 വണ്ടികൾ ഒരുമിച്ചിട്ട് വാഷ് ചെയ്യാൻ പോവുകയാണ്. കയറി വാ. ഫ്രണ്ട് കൊള്ളാം. വാ, ഇരട്ടകൾ. അപ്പോൾ നമ്മുടെ 2 വണ്ടിയും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു കോമഡി ആയിട്ട് തോന്നി. അതതിന് എനിക്ക് അറിഞ്ഞൂടാത്തതാണെന്ന് അറിയാൻ വയ്യ.
ഇവിടുത്തെ ഒരു വില വ്യത്യാസം നോക്കണേ. അതായത് ബോഡി കെട്ടി വന്ന വണ്ടിക്ക് വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് അവർ ചോദിച്ചത് 300 രൂപയാണ്. അത് കണക്ക് കഴിഞ്ഞാൽ ഇപ്പം ചെയ്സ്, അതായത് ബോഡി ഒന്നുമില്ല, ചെയ്സ് വാഷ് ചെയ്യാനായിട്ട് അവർ ചോദിച്ചത് 500 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വില വ്യത്യാസം എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ വ്യത്യാസം വന്നതെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അവർ അങ്ങനെയാണെങ്കിൽ മാത്രമേ വാഷ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ചെയ്സ് വാഷ് ചെയ്യണമെങ്കിൽ 500 രൂപ, ബോഡി വാഷ് ചെയ്യണമെങ്കിൽ 300 രൂപ. അത് എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും എനിക്ക് അറിഞ്ഞൂടാത്തതാണ്, ഇനി കോമഡിയാണ്, നമ്മളെ പറ്റിച്ചാണോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും സർവീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് അവർ ഡീസൽ അടിച്ചാണ് ചെയ്സ് വാഷ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് കൊണ്ടാണെന്ന് അറിയാൻ വയ്യ. ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. അണ്ണാ അത് ഡീസലാണേ? അണ്ണാ ആ ഡീസലാണേ? ഇല്ലയാ? സോപ്പ് പൗഡറാ? ഓക്കെ. ഞാൻ വിചാരിച്ച് കോസ്റ്റ്ലി വാഷായിരിക്കുമെന്ന്. അപ്പോൾ സോപ്പ് വെള്ളമിട്ട് വാഷ് ചെയ്യുന്നതിന് 500 രൂപ. അല്ല, നോർമലായിട്ട് എനിക്കൊരു അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ? അതായത് വണ്ടിയിലൊന്നുമില്ല, ജസ്റ്റ് വെള്ളം അടിച്ചാൽ മാത്രം മതി, സോപ്പ് വെള്ളമിട്ട് കഴുകിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ചെയ്സ് വാഷ് ചെയ്ത് തുടങ്ങി. അതിനൊക്കെ പിന്നെ നമ്മുടെ മാരാറ് പ്ലാറ്റ്ഫോം വാഷ് ചെയ്ത് തുടങ്ങി. അകത്ത് ഒരുപാട് തടിക്കഷ്ണങ്ങളും വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്തിറക്കിയാണ്. അപ്പോൾ നമ്മളെ പെയിൻറ്റർ തിലകരണ്ണനാണ് നമ്മുടെ വണ്ടി കൂടെ നിന്ന് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ക്യാബിൻ പൊക്കി എൻജിൻ സൈഡൊക്കെ നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ആൾറെഡി ഇത് വാഷ് ചെയ്തിട്ടുണ്ട്, ചെയ്സ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10-15 ദിവസമേ ആയുള്ളൂ. വലിയ പൊടി അഴുക്കൊന്നും വരാത്തത് കൊണ്ടാണോ രണ്ടാമത് വാഷ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും വിലക്കുറവെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമ്മൾ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അണ്ണേ എவ்வளோ ടൈം എടുക്കും? ഓക്കെ, നമ്മുടെ ചെയ്സിന് 500 രൂപ, ചെയ്സിന് 500 രൂപ, ബോഡിക്ക് 300 രൂപ. അതെന്താ കണക്ക്? ഇതിന് ബോഡി ഇല്ല, അതായത് ചെയ്സ് കൊണ്ടുവന്ന് കയറ്റി. ഈ വണ്ടിക്ക് ബോഡി ഇല്ല, ഒന്നുമില്ല. എൻ്റെ വണ്ടി ഞാൻ കഴിഞ്ഞതിന് ചെയ്സ് കൊണ്ട് കയറ്റിയപ്പോൾ എൻ്റെ 250 രൂപയാണ് വാങ്ങിച്ചത്. ഇത് നിന്റെ വണ്ടിയുടെ ചെയ്സ് കൊണ്ട് ഇട്ടപ്പോൾ അവന് 400 രൂപ 500 രൂപ വന്നു. ബോഡി കെട്ടി വന്ന വണ്ടിക്ക് 400 രൂപ. ഈ കണക്ക് എനിക്ക് തിരിയണില്ല. അല്ല, ഇപ്പം അവസാനം വില പേശി നമ്മൾ ഇത് 300 രൂപയ്ക്ക് 300 രൂപയ്ക്കും 400-300 ആക്കി. ഓക്കെ, എന്നാലും നമ്മളത് അത്രയും നേരം സംസാരിച്ചു. എനിക്ക് തോന്നുന്നു 15-20 മിനിറ്റ് നിന്ന് വഴക്കൂടിയെന്ന് തോന്നുന്നു. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അവസാനം അവർ നമ്മുടെ ചെയ്സ് 400 രൂപയ്ക്കും ബോഡി 300 രൂപയ്ക്കും വാഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് 200 രൂപ ലാഭം. അപ്പോൾ നമ്മുടെ 2 വണ്ടികളും വാഷ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയാണ്. ഏകദേശം 20 മിനിറ്റ് സമയം എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങാനായിട്ട് അവിടുത്തെ ചോദിച്ചു എന്താണ് ഇങ്ങനെ വില വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ചെയ്സ് നമുക്ക് നല്ല രീതിക്ക് കൈ വെച്ച് എല്ലായിടം വാഷ് ചെയ്ത് ചെളി കളയണം. അതിന് കുറച്ച് സമയമെടുക്കും, പണിയും അതിനൊക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ബോഡി ആകുമ്പോഴത്തേക്കും ചുമ്മാ വെള്ളം അടിച്ച് വിട്ട് കളഞ്ഞാൽ മതി. ആൾറെഡി അത് മുമ്പ് വാഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ചെളിയൊന്നുമില്ല. അതുകൊണ്ടാണ് ആ ഒരു ജോലിയുടെ കാര്യത്തിലാണ് ഒരു വില വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതല്ല, അത് ചെയ്യുന്ന വർക്കിലാണ് പൈസ. അതാണ് സംഭവം. ഇപ്പോൾ നമ്മുടെ ചെയ്സ് നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി. കണക്ക് നമ്മുടെ മാരാറിൻ്റെ വണ്ടി നേരെ പെട്രോൾ പമ്പിലോട്ടാണ് കൊണ്ടുവന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഡീസൽ കുറവാണ്. അപ്പോൾ നാളെ നമുക്ക് പെയിൻറ്റ് അടിക്കണം, ഈ വണ്ടിയിൽ പെയിൻറ്റ് അടിക്കണം. അപ്പോൾ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് പെയിൻറ്റ് അടിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ തന്നെ എയർ ടാങ്കിൽ ഹോസ് കൊടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ ടാങ്കിലോട്ട് എയർ കയറ്റിയ ശേഷം അതിൽ നിന്ന് എയർ എടുത്തിട്ടാണ് പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ കയ്യിലും കംപ്രസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ പെയിൻറ്റ് അടിക്കണമെങ്കിൽ ഹോസും മറ്റ് ടൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെല്ലുക, ഹോസ് കണക്ട് ചെയ്ത് ഒരു എയർ ടാങ്ക് വഴി എയർ എടുത്ത് പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നാളെ പെയിൻറ്റ് അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ടേക്കണം. ഫുൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. പെയിൻറ്റ് അടിച്ച് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഫുൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീസൽ അടിക്കാനായിട്ടാണ് വന്നത്. ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഡീസൽ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആരും ഇല്ല, അവരെല്ലാവരും ഓട്ടത്തിലാണ്. അമ്പും ടീമുകളെല്ലാം ഓട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ലോക്ക് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടിയിൽ. ഇത് കണക്ക് അടയ്ക്കുക. വേണ്ട, ഇത് കണക്കത്തെ വലിയ ചാവിയുണ്ട്. ഡോറിൻ്റെയൊക്കെ ലോക്ക് കണക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എൻ്റെ വണ്ടി അങ്ങനെ വാഷ് ചെയ്ത് കൊണ്ടിട്ടേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞ കണക്കൊന്നുമില്ല പണി. ഇതിപ്പോൾ വാഷ് കണക്കൊന്നും തോന്നുന്നില്ല. വെള്ളം അടിച്ചു, ഓക്കെ, അതൊക്കെയാണ്. പക്ഷേ അവർ പറഞ്ഞത് കൈ വെച്ച് ഉരച്ച് അതിൽ പൊടിയെല്ലാം കളയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എല്ലാ പൊടികളും ഇവിടെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇതിനകത്തൊക്കെ എല്ലാ വേസ്റ്റും ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ അത്രയും പൊടിയും അഴുക്കും ഒക്കെ ഇരിക്കും. ഇതെങ്ങനെ വാഷ് ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതത്രയും പൊടി ഇരിക്കും ഇതിൽ. വാട്ടർ സർവീസ് കണ്ടിരിക്കുന്നു. വാട്ടർ സർവീസ് പറയുന്ന പണിക്കുള്ള
ഇത് ചെയ്താൽ കുഴപ്പമില്ല. അവർ പറഞ്ഞ് 100 രൂപ കൂടുതൽ വാങ്ങുന്നത് വാഷ് ചെയ്തതിനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എന്തുവാ വാഷ് ചെയ്തത്? എന്തെങ്കിലും ഒരു ഉപയോഗത്തിനാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പേര് എഴുതി കളിച്ച് ഇത്രയും പൊടി അഴുക്കുണ്ട്. കുറ്റം പറയുന്നതല്ല, നമ്മൾ 100 രൂപ അധികം വാങ്ങുമ്പോഴത്തേക്കും അതിനുള്ള പണി ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അധികം വാങ്ങിയത്. നമ്മുടെ ചേസി കയറ്റാനുള്ള മെയിൻ കട്ടയും അത് കണക്കിന് ക്രോസ് കട്ടയാണ് ഈ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ചാനലുകളാണ് ഈ കാണുന്നത്. അത്രയും ഇത് നമുക്ക് വിശാഖിൻ്റെതാണ് കേട്ടോ ചെയ്യുന്നത്. വിശാഖ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഗവൺമെൻറ് അപ്രൂവലൊക്കെ ആയിട്ടുള്ള സ്റ്റീലാണ്. ഇത്രയും നീളമുണ്ട് കേട്ടോ. നമ്മുടെ അളവനുസരിച്ച് മുറിച്ചു നമ്മുടെ വണ്ടിക്കുള്ള ചാനൽ വന്ന് ഇപ്പം നാളെ പണി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇറക്കുന്നതെന്ന് പറയുന്നത് തടി വണ്ടിയിലൊക്കെ തടി ചവിട്ടി തള്ളുന്ന കണക്കാണ്. ഓഹോ, സെറ്റായില്ല. ആരും പിടിച്ചിറക്കായില്ലേ? ആരും പിടിച്ചിറക്കായില്ലേ? ഇങ്ങനെ ഇറക്കുക. ഇങ്ങനെയാണ് ഇറക്കുന്നത്, സാധാരണ അല്ല. അത് കുറച്ച് മുമ്പിൽ ലോഡായി പോയി. അതുകൊണ്ടാണ് ബാക്ക്. ഓ, ഫ്രണ്ട് പൊക്കുമെന്ന് തോന്നുന്നു. സെറ്റായില്ല. അവന് ഫ്രണ്ട് എടുക്കുമ്പോഴാണ് ഇത് ബാക്കിലോട്ട് വരുന്നത്. ഓക്കെ അവൻ പോയി. അപ്പോൾ നമ്മളെ വിജീഷണ്ണനെ പരിചയപ്പെടുത്താം. വിജീഷണ്ണൻ നമ്മുടെ കഴിഞ്ഞ മാസം നമ്മുടെ മാരാൻ്റെ വണ്ടി കൊണ്ടുവന്നപ്പോഴുള്ള നമ്മൾ പരിചയപ്പെട്ട സുഹൃത്തുക്കളായതാണ്. അപ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുവന്നപ്പോഴും കാണാൻ പറ്റി. അണ്ണൻ്റെ വണ്ടി നാളെ മറ്റന്നാളായിട്ടൊക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കാരിയർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ നെയിം എഴുതാൻ പോകുന്നത്. മാരാർന്ന് എഴുതി വെക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് ഈ ഒരു അടിഭാഗത്ത് ഒരു വെൽഡ് ചെയ്തേക്കുന്ന ഭാഗം ഇല്ലായിരുന്നു. ഇത്രയും ഭാഗം ഒരു ഗ്യാപ്പായിട്ടാണ് കിടന്നത്. ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. സമയം ഏകദേശം 6 മണിയായി. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മുടെ വണ്ടിയിൽ ചേസിൽ ഇന്ന് വേറെ ഒന്നും പരിപാടി നടന്നില്ല. വാഷിംഗ് മാത്രമേ നടന്നുള്ളൂ. നാളെ പണി തുടങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള ചാനലെല്ലാം വന്നിട്ടുണ്ട്. മെയിൻ കട്ടയ്ക്കുള്ളതും ക്രോസ് കട്ടയ്ക്കുള്ള എല്ലാ ചാനലും വന്നിട്ടുണ്ട്. മാരാൻ്റെ വണ്ടിയിൽ പെയിൻറ്റിങ് നാളെ മുതൽ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് മാരാൻ്റെ വണ്ടി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫുള്ള് ഒന്ന് ബോഡി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ബോഡിയിൽ പുട്ടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാൻഡ് പേപ്പർ വെള്ളത്തിൽ മുക്കി കുറച്ച് ക്ലീൻ ചെയ്ത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം നാളെ രാവിലെ മുതൽ ഫിനിഷിംഗ് പെയിൻറ്റ് അടിക്കുകയാണ്. നമ്മുടെ റൂമിലോട്ട് ഇനി ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാണുമല്ലേ? 1 കിലോമീറ്റർ നടക്കണം. അതൊക്കെ നടന്ന് കഥയും പറഞ്ഞ പോരൊക്കെ രസമല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് 6 മണിയാകുമ്പോഴത്തേക്കും വർക്ക്ഷോപ്പ് 6-7 മണിയൊക്കെ ആകുമ്പോൾ വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്യും. നൈറ്റ് പണിയില്ല. നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ രാവിലെ തന്നെ 6 മണിക്കൊക്കെ ഇവിടെ പണി തുടങ്ങുമെന്ന് പറയുന്നത്. രാവിലെ തന്നെ നമ്മൾ വരും, ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ നാളെ കാണാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയാണ് സപ്പോർട്ട് വേണ്ടത്. ഓക്കെ.